കേരള PSC നടത്തുന്ന ഡ്രൈവർ കാറ്റഗറിയിലേക്കുള്ള പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് മാൻഡേറ്ററി ട്രാഫിക് സൈൻസ്. മാൻഡേറ്ററി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കാണപ്പെടുന്ന സിഗ്നലുകളിൽ ഒന്നാണ്. പ്രധാനമായും 3 സിഗ്നലാണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തെ സിഗ്നലാണ് മാൻഡേറ്ററി. മാൻഡേറ്ററി എന്ന് വെച്ചാൽ നിർബന്ധമായും പാലിച്ചിരിക്കണം. റെഡ് സർക്കിളിനകത്ത് കാണപ്പെടുന്ന സൈൻസ് ആണിത്. അന്നേരം ഓപ്ഷൻ നോക്കാം. നിർബന്ധമായും പാലിക്കണം. അന്നേരം ഇതാണ് നിർബന്ധമായും പാലിക്കണം. മാൻഡേറ്ററി ആണെങ്കിൽ നിർബന്ധമായും റെഡ് സിഗ്നൽ സൈനകത്ത് റെഡ് സർക്കിളിനാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പാലിച്ചിരിക്കണം. രണ്ടാമത്തെ സിഗ്നൽ കോഷനറി ആണ്. അതായത് ഇതൊരു വാണിംഗ് ആണ്. കോഷനറി സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ വാണിംഗ് ആണ്. അതായത് മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയണം അല്ലെങ്കിൽ റൈറ്റിലേക്ക് തിരിയണം. ഇതൊക്കെ എന്താണ്, ഒരു വാണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോഷനറി. അതൊരു ട്രയാങ്കിൾ, റെഡ് ട്രയാങ്കിളിനകത്ത് കാണപ്പെടുന്നതാണ് കോഷനറി. അടുത്തത് മൂന്നാമത്തത് ഇൻഫർമേറ്ററി. ഇൻഫർമേറ്ററി സയൻസ് ആണ് മൂന്നാമത്തെ. അതായത് ജസ്റ്റ് നിങ്ങളെ അറിയിക്കാൻ. അതായത് ടെലിഫോൺ ബൂത്ത് മുമ്പിലുണ്ട്, പെട്രോൾ പമ്പ് മുമ്പിലുണ്ട്, ഹോസ്പിറ്റൽ നിയർ അടുത്ത് വരുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളെ മുൻകൂട്ടി അറിയിക്കാൻ വേണ്ടിയാണ് ഇൻഫർമേറ്ററി. അന്നേരം പ്രധാനമായും 3 സൈനാണ്. 1 കോഷനറി, 2 മാൻഡേറ്ററി, 3 ഇൻഫർമേറ്ററി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മിന്നി മിന്നി കത്തുന്ന ചുവപ്പ് സിഗ്നൽ നൽകുന്ന നിർദ്ദേശം എന്താണ്? അതായത് നമ്മൾ ട്രാഫിക് നിലവിൽ പകൽ സമയങ്ങളിൽ ട്രാഫിക് ഉണ്ടായിരുന്നിടത്ത് രാത്രി സമയങ്ങളിൽ ട്രാഫിക് ചില സ്ഥലങ്ങളിൽ കാണില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റെഡ് സിഗ്നൽ മിന്നി മിന്നി കത്തുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വാഹനം നിർത്തി ഇരുവശവും ശ്രദ്ധിക്കുക. വാഹനം നിർത്തി ഇരുവശവും ശ്രദ്ധിച്ച് മറ്റു വാഹനങ്ങൾ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ കടന്നു പോവുക. അതാണ് അവിടെ ചെയ്യാനുള്ളത്. മൂന്നാമത്തത് എഞ്ചിൻ വാൽവ് ക്ലിയറൻസ് പരിശോധിക്കുന്നതിന് ആവശ്യമായ ഉപകരണം എന്താണ്? അതായത് എഞ്ചിന്റെ വാൽവ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പരിശോധിക്കുന്ന ഉപകരണം. അത് ഫീലർ ഗേജ് എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചാണ് ഇത് പരിശോധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെവി വാഹനങ്ങളിൽ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സിസ്റ്റം ഏതാണ്? അതായത് നമ്മൾ പണ്ട് സൈക്കിളുകളിൽ ഡൈനാമ ആണ് സാധാരണയായി ഉപയോഗിച്ചിട്ടുള്ളത്. അതിവിടെ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഹെവി വാഹനങ്ങളിൽ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. നമുക്കറിയാം വലിയ ബാറ്ററിയാണ് ഇവിടെല്ലാം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സിസ്റ്റം, അതായത് ആൾട്ടർനേറ്റർ വെച്ചാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ആൾട്ടർനേറ്റർ ഇതുപോലെയാണ് ആൾട്ടർനേറ്റർ ഇരിക്കുന്നത്. അന്നേരം ഈ ആൾട്ടർനേറ്ററിൻ്റെ സഹായത്തോടെയാണ് വലിയ വാഹനങ്ങളിൽ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എൻജിൻ സിലിണ്ടർ ഹെഡ് ബോൾട്ട് മുറുക്കുന്നത്. എൻജിൻ സിലിണ്ടറിൻ്റെ ഹെഡ് ബോൾട്ട് മുറുക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്നത് ഏതാണ്? അതായത് സാധാരണ ഏത് സ്പാനർ അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടാണ്? ഇതിനകത്ത് ടോർക്ക് റെഞ്ച് എന്ന് പറയുന്ന സ്പാനർ വെച്ചാണ് ഇത് മുറുക്കുന്നത്. അതായത് എൻജിൻ സിലിണ്ടറിൻ്റെ ഹെഡ് ബോൾട്ട് മുറുക്കുന്നത് ടോർക്ക് റെഞ്ച്. അതായത് ഇതാണ് സംഭവം. നിങ്ങൾ കണ്ടു കാണും, ഇതുപോലുള്ള സ്പാനർ കണ്ടു കാണും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മോട്ടോർ വാഹനത്തിന്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ മധ്യഭാഗം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഒരു മോട്ടോർ വാഹനത്തിന്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് അത് സ്റ്റീൽ ട്യൂബ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ മധ്യഭാഗം സ്റ്റീൽ ട്യൂബ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പവർ സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്നത് ഏത് സിസ്റ്റത്തിൽ? അതായത് നമ്മളിപ്പം ഉപയോഗിക്കുന്ന ഒരുവിധ വാഹനങ്ങളെല്ലാം പവർ സ്റ്റിയറിംഗ് ആണ്. പണ്ടുള്ള വാഹനങ്ങളായിരുന്നു നോർമൽ സ്റ്റിയറിംഗ്. എന്നാൽ ഇപ്പോഴത്തുള്ള എല്ലാം പവർ സ്റ്റിയറിംഗ്. ഇത് ഏത് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് ഈ സ്റ്റിയറിങ്ങുകൾ പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് എഞ്ചിൻ ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത്? എഞ്ചിന്റെ ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എഞ്ചിൻ ഓയിലാണ്. അതായത് നമ്മൾ 2000 കിലോമീറ്റർ അല്ലെങ്കിൽ 5000 കിലോമീറ്റർ അല്ലെങ്കിൽ 10000 കിലോമീറ്റർ കഴിയുമ്പോൾ എഞ്ചിൻ ഓയിലുകൾ നമ്മൾ മാറുന്നത് എന്തിനു വേണ്ടിയാണ്? എഞ്ചിന്റെ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ് എഞ്ചിൻ ഓയിൽ നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. അടുത്തത്, വാഹനങ്ങളിലെ AC-യിൽ അതായത് എയർ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഫ്രീയോൺ ആണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അത് ആലോചിച്ചാൽ മതി. ഫ്രീയോൺ ആണ് വാഹനങ്ങളിലെ AC-യിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. വളവുകളിൽ വാഹനത്തിന് അനുഭവപ്പെടുന്ന ശക്തി ഏതാണ്? അതായത് നമ്മൾ വളവ് സ്കിഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വളയുമ്പോൾ ആ റോഡിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കാരണം ഘർഷണബലമാണ്. ഘർഷണബലം കാരണമാണ് വാഹനം എന്ത് ചെയ്യുന്നത്? തെന്നി പുറത്തോട്ട് പോകാത്തത് ഘർഷണബലം കാരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിരോധിച്ചിട്ടില്ലാത്ത ഹോൺ താഴെ പറയുന്നത്. അതായത് ഉപയോഗിക്കാൻ പൂർണ്ണമായും അനുവാദമുള്ള ഹോൺ ഏതാണ്? അത് പ്രധാനമായും ഇലക്ട്രിക് ഹോണാണ്. ഇലക്ട്രിക് ഹോണാണ് നമുക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്നത്. മൾട്ടി ഹോണും എയർ ഹോണും ഇതെല്ലാം നിരോധിച്ചതാണ്. അടുത്തത്, ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ, ഇത് ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപകടത്തിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാനുള്ള സമയപരിധി 24 മണിക്കൂറിനകം പോലീസിനെ അറിയിച്ചിരിക്കണം.